വഞ്ചനയുടെ രുചി അറിയിച്ചുകൊണ്ട് നഷ്ടങ്ങളും വേദനകളും നിനക്ക് സമ്മാനിച്ച വ്യക്തി ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ദൈവീക രൂപങ്ങൾക്ക് മുമ്പിലും മനമുരുകിക്കൊണ്ട് നീ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സത്യസന്ധമായി നിന്നിട്ടും ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടി വരികയും അതൊക്കെയും അനുഭവിപ്പിച്ചയാൾ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന്. ഇവിടെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിന്റെ വിശ്വാസത്തിന് കളങ്കം വരുത്തി പലവിധമായ തെറ്റുകൾ ചെയ്തത് അയാളാണെന്നും അറിയാം. ആ ബോധ്യം അയാൾക്കും ഉണ്ടെന്നതാണ് വാസ്തവം. ആ വസ്തുത പ്രകൃതിയുടെ കണക്കിൽ ചേർത്തിട്ടുമുണ്ട്. നൈമിഷികമായ സന്തോഷത്തിനായി വിശ്വാസവഞ്ചന നടത്തിയ ആർക്കും തന്നെ പൂർണ്ണമായ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കില്ല. അവർ നിന്നോട് ചെയ്ത തെറ്റുകൾ ഇടയ്ക്കിടെ അവർക്കുള്ളിൽ തന്നെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ആ പരിക്ക് മറയ്ക്കുവാനുള്ള സന്തോഷമാണ് നീ കാണുന്നത്. നേരവും കാലവും കണക്കാക്കി പ്രകൃതിയുടെ പ്രതിപ്രവർത്തനമുണ്ടാകും. അന്ന് അയാൾ ചെയ്ത തെറ്റുകൾ ഓരോന്നായി അയാളിലേക്ക് തന്നെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി എത്തിച്ചേരും. അതുവരെയും നുണകളിലൂടെ ഉയർത്തിയെടുത്ത സന്തോഷങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ, വിശ്വാസവഞ്ചനയുടെ ശിക്ഷയും വേദനയും എന്തെന്നും നിന്നെ വഞ്ചിച്ചുകൊണ്ട് അയാൾ കൂടെ ചേർത്തവർ എങ്ങനെയെന്നും തിരിച്ചറിയും. നിനക്ക് നൽകിയ അവഗണനകളും അതിലൂടെ നീ അനുഭവിച്ച ഒറ്റപ്പെടലുകളും നിന്നിലേക്കെത്തിയ പരിഹാസങ്ങളും അയാൾക്കും അനുഭവമാകും. അപ്പോ പോലും സ്വയം ചെയ്ത അധർമ്മങ്ങളുടെ പരിണാമഫലമാണ് അതൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ടും നിന്നിൽ പഴിചാരി ശാപവാക്കുകളുമായി അയാൾ വരുന്ന സാഹചര്യവും ഉണ്ടാകാം. ആ മാനസിക വിഭ്രാന്തിയിൽ നിന്നോട് പറയുന്ന ശാപവാക്കുകൾ പോലും പ്രകൃതി അയാളിലേക്ക് തന്നെ തിരിച്ചുവിടും. ഇത് പ്രതികാരമോ ശാപമോ അല്ല, വിശ്വസ്തയോടെ നിന്നോട് ചെയ്ത അധർമ്മങ്ങളുടെ പരിണിത ഫലമാണ്. സത്കർമ്മങ്ങൾക്ക് കഷ്ടപ്പാടുകളും വേദനകളും തടസ്സങ്ങളും സംഭവിക്കും. ആ കർമ്മങ്ങളുടെ ഫലപ്രാപ്തിയും സാവധാനമായിരിക്കും. എന്നാൽ നൈമിഷിക ആവശ്യങ്ങൾക്കായി പ്രാവർത്തികമാക്കുന്ന ദുഷ്കർമ്മങ്ങൾക്ക് കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ആവശ്യമുണ്ടാവില്ല. അതിൻ്റെ പരിണിത ഫലവും വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകും. ധാർമ്മിക നിലപാടുകളുമായി നീ മുന്നോട്ട് തന്നെ നീങ്ങുക. ഇപ്പോഴുള്ള എല്ലാ വിഷമങ്ങൾക്കും പരിസമാപ്തി ഉണ്ടാകും. നിനക്ക് മുമ്പിൽ എപ്പോഴും ഞാനുണ്ടാകും.